Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു റെസിപ്പി എന്താണോ, ചേമ്പിൻ്റെ താള് കൊണ്ട് ഒരു പീര പറ്റിച്ചത്. സാധാരണ നമ്മൾ മീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പീര പറ്റിക്കാറുള്ളത്. ചെറിയ മീനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പീര പറ്റിച്ചത് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് വെജിറ്റേറിയൻസിനും ഉണ്ടാക്കാം പീര പറ്റിച്ചത്. ചേമ്പിൻ്റെ താള് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീര പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കണ്ടിച്ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നോർമൽ സൈസിലുള്ള 3 താള്, അത് ഇച്ചിരി പിഞ്ച് നോക്കി മേളിലുള്ള ഇലയുടെ താള് നോക്കി വേണം എടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു 3 താള് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് 2ആയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് പുറമേയുള്ള തൊലി നമുക്കിതുപോലെ വലിച്ചെടുത്ത് കളയാവുന്നതാണ്. പെട്ടെന്ന് ക്ലീൻ ചെയ്യാം, അരിഞ്ഞെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കണം. നമ്മളിത് അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കഴുകത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ നല്ല മണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി കളയുക. അതിനുശേഷം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അധികം വലിപ്പമില്ലാതെ അരിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേമ്പിൻ്റെ താള് അരിയുമ്പോഴേക്കും കൈ ചൊറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിയുന്നതിന് മുന്നേ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ എന്തെങ്കിലും കയ്യിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അരിഞ്ഞാൽ നമുക്കധികം ചൊറിയത്തില്ല. അപ്പോൾ കഴിവതും എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഇതുപോലെ എല്ലാം നന്നായിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് ഒരു 10-20 മിനിറ്റോളം നമുക്കിത് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പിടി ചുവന്നുള്ളി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില, അരമുറി തേങ്ങ ചിരകിയത്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് എന്നിട്ട് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ചതച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി അഥവാ പിഴിപുളി എന്നൊക്കെ പറയും. അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. അതിനുശേഷം അത് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഇനി നമുക്ക് താള് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ച താളുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാകും. ആ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. ഇങ്ങനെ നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോഴേക്കും താളിൻ്റെ ചൊറിച്ചിൽ കുറേയധികം കുറഞ്ഞു കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്ത് നമുക്ക് താള് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ താള് വേകാനും മാത്രം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുന്നുണ്ട്. അത് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഈ താള് വേകാനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളത്തിൽ ഈ താള് നമുക്ക് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും താള് നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി മൂത്ത താളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഞാനിവിടെ പിഞ്ച് താള് നോക്കി എടുത്തുകൊണ്ട് എനിക്കൊരു
4-5 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ താളിൽ നിന്നും വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മൾ തുറന്ന് വെച്ച് ചൂടാക്കുമ്പോഴേക്കും അത് വറ്റിക്കോളും. താള് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പോരാത്ത ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താളിൽ നേരത്തെ അരിഞ്ഞപ്പോൾ തന്നെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് അതിനകത്ത് ഉണ്ടാവും. പോരാത്ത ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കുക. അപ്പോൾ ഈ പുളിയെല്ലാം കൂടെ വരുമ്പോൾ താളിൻ്റെ ചൊറിച്ചിലെല്ലാം നന്നായിട്ട് മാറും. പുളിക്കനുസരിച്ച് ഉപ്പും ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം കൂടെ നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടും. എന്ന് വെച്ച് നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ ഒത്തിരി വെള്ളം വറ്റിച്ചെടുക്കരുത്. ചെറിയൊരു നനവ് ഇതിന് വേണം. പീര വറ്റിച്ചതാകുമ്പോൾ കുറച്ചൊരു നനവ് ഉണ്ടാകുന്നതാണ് നല്ലത്. ഈ ഒരു പരുവാകുന്നവരെ നമുക്ക് ഇത് ചൂടാക്കി കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ല പാകത്തിന് ഉപ്പും പുളിയും എല്ലാം എല്ലായിടത്തും പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലായിടത്തും നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ താള് പീര പറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.